പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 100:4 Psalms 100:4 അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞ് യേശു വന്നു. യേശുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. യേശു കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ലാസറിനെ ഏത് കല്ലറയിൽ വെച്ചിരുന്നോ അവിടേക്ക് യേശു ചെന്നു. യേശുവിനറിയാം അല്പസ്വല്പ സമയം കൂടെ കഴിയുമ്പോൾ ഈ കഥയ്ക്കൊരു വ്യത്യാസം വരും. എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാം. എന്നാൽ ചുറ്റുമുള്ളവരുടെ ബ്രൂക്കൺനെസ് കണ്ട് തൻ്റെ ഹൃദയവും തകർന്നിരിക്കുക. എത്ര കരുണയുള്ളവനാ നമ്മുടെ യേശു അല്ലേ. അപ്പോൾ യേശു കല്ലുരുട്ടി മാറ്റാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. കാരണം ആ കല്ല് ആ ടോംബിലേക്കുള്ള എൻട്രൻസിനെ കവർ ചെയ്തിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11:41 അത് നമ്മൾ കാണുന്നുണ്ട്. ജോൺ ചാപ്റ്റർ 11:41. കല്ല് നീക്കിയിട്ട് അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവിനോട് യേശു എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ്, അതായത് പിതാവിനോട് ചോദിച്ചു, ആ ടോംബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ തടസ്സത്തെ പിതാവ് മാറ്റി തരണമെന്ന്. പക്ഷെ അതിനു മുമ്പ് അവൻ ദൈവത്തിന് നന്ദി കരയറ്റി. അതാ പറയുന്നത് 41 വാക്യം. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അത് പറഞ്ഞിട്ടാണ് യേശു എപ്പോഴും നല്ല സംസാരങ്ങളും കാര്യങ്ങളും തുടങ്ങുന്നത്. നമ്മുടെ കുറിവാക്യത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാത്തിനും നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ സ്വർഗത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അൺലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ സംഘത്തിന് 104 അതാ പറയുന്നത്. കൺഫെഷന് ഒരു സ്പെഷ്യൽ ഫോമുലായും ഇല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ നാം ചെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തന്ന സുഖേലത്തിന് നന്ദിയുള്ളവരാണ്, ഗ്രേറ്റ്ഫുള്ളാണ് അല്ലേ. അങ്ങനെയുള്ളൊരു ഹൃദയം തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യത്തിലും നമ്മുടെ എല്ലാ ആഗ്രഹത്തിലേക്കും നമ്മെ നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മുടെ സ്തുതിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ ചില വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 50 നോക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പർവ്വതങ്ങളിലെ 1000 ജന്തുക്കൾ, അതായത് കാട്ടിലെ മൃഗങ്ങളും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാണ്. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളത് തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ അതിനോട് പറയില്ല. ഭൂലോകം അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. 14 വാക്യമാണ്. Psalm 50:40. 14 and 15 ഞാൻ പറയട്ടെ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. അത്യുന്നതിന് നിൻ്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ദൈവം പറയുക, അതായത് ഇൻ യുവർ ഡേ ഓഫ് ട്രബിൾ. പ്രൈസ് ഗോഡ്. സംഗതികളെല്ലാം നമ്മുടെ കൈവിട്ട് പോയി കഴിയുമ്പോൾ, നമുക്കൊന്നിന്മേലും കൺട്രോൾ ഇല്ലാതായി തീരുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സ്വഭാവമല്ലേ നമുക്ക്. ഈ ലാസറിൻ്റെ നമ്മൾ
ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ നഷ്ടം അവർക്ക് വന്നു. യേശു കർത്താവിലും ദുഃഖം അതുളവാക്കി. പക്ഷെങ്കിൽ ആദ്യം താൻ വന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയട്ടെ. താങ്ക്ഫുൾനെസ് ഈസ് ഹാർഡർ ഇൻ അവർ ഡേയ്സ് ഓഫ് ട്രബിൾ. കഷ്ടസമയത്ത് താങ്ക്സ് പറയാനൊക്കെ നമുക്ക് മറന്നു പോകും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കാൻ എപ്പോഴും ഉള്ളവരാണെങ്കിലും, എപ്പോഴും റെഡിയാണെങ്കിലും, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ നമ്മൾ അവനെ സെർവ് ചെയ്യുന്നതിൽ അങ്ങ് കുറഞ്ഞു പോകും. എന്നാലൊരു താങ്ക്ഫുൾ ഹാർട്ട് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാമേ. 1 തെസ്സലോനിക്കർ 5:16, 17, 18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ റിജോയ്സ് ഓൾവേസ്, പ്രേ കണ്ടിന്യൂലി, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, ഫോർ ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് ടൈംസിൽ മാത്രമല്ല നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഇൻ അവർ ഡേയ്സ് ഓഫ് ട്രബിൾ. ഇൻ അവർ ഡേയ്സ് ഓഫ് ട്രബിൾ എന്നുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഒന്ന് ചിന്തിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടത്തിൻ്റെ മധ്യത്തിൽ അവൻ കാണും. കഷ്ടകാലത്ത് അവൻ തക്ക തുണയായിരിക്കും. സാഹചര്യം കണ്ട് വഴുതി പോകല്ലേ, വീണു പോകരുതേ. സ്റ്റാൻഡ് ഫോം ഇൻ അവർ ട്രസ്റ്റ് ഇൻ ജീസസ്. അവൻ ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദി പറയുവാൻ നാം ഒരുക്കമുള്ളവരായിട്ട് ഇരുന്നാട്ടെ. നമ്മൾ ഈ ബ്രോക്കൺനെസ് ഈ ലോകത്തിൽ നടക്കുന്നതിനൊന്നും നമ്മൾ ഇമ്മ്യൂണൊന്നുമല്ല. പ്രൈസ് ഗോഡ്. യേശു കർത്താവിനും പെയിന് ഉളവാകുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ താങ്ക്സ് പറയുന്നതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായി തീരണം. 1 Chronicles 16:34 ഇങ്ങനെ പറയുന്നു. 1 Chronicles 16:34. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. ദൈവം നല്ലവനാണ്. എല്ലാ നല്ലതും പെർഫെക്റ്റുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു താങ്ക്ഫുൾ ഹാർട്ടുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നമ്മുടെ ചുറ്റുപാടും എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ഡെഡ് ആൻഡ് ലൈഫ്ലെസ് തിങ്സ്, ബ്രോക്കൺ തിങ്സ് ഒക്കെ അവൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ അവൻ നമുക്ക് അവൻ്റെ സ്നേഹത്താൽ അത് നന്നാക്കി തരും. ജീസസ് ഗേവ് താങ്ക്സ് ബിഫോർ ദ മിറക്കിൾ. ഇവിടെ നമ്മളത് കണ്ടു. താൻ വാഴ്ത്തിയിട്ടാണ് സ്വർഗ്ഗത്തിലെ പിതാവിനോട് പറഞ്ഞത്. മരണം നമ്മെ ചുറ്റി നിൽക്കുമ്പോഴും മനസ്സിലാക്കണം, ദൈവം നമ്മെ കൈവിട്ടിട്ട് പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും ശ്വസിക്കുന്ന വായുവിനും ഒക്കെ നാം താങ്ക്സ് പറയുന്നത് ഒരു ശീലമാക്കുന്ന ദൈവമേ. നമ്മുടെ ജയത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി, ഒരത്ഭുതത്തിന് വേണ്ടിയൊക്കെ ദൈവത്തോട് താങ്ക്സ് പറഞ്ഞ് തുടങ്ങുക. ദൈവം നല്ലവനാണ്. ഓൾറെഡി ഹീസ് ഗുഡ്. അതുകൊണ്ട് നാം താങ്ക്സ് പറഞ്ഞ് തുടങ്ങിക്കൊള്ളണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 41 മുതൽ 45 വരെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ എന്ന് യേശുവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവ് ചെയ്ത അത്ഭുതം എത്ര വലിയതാണ്. പക്ഷെ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് അവൻ്റെ ടൈമിംഗ് അനുസരിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാവിൽ നമ്മുടെ പേരുണ്ടെന്നേ, അവൻ്റെ ഹൃദയത്തിൽ നമ്മളുണ്ടെന്നേ. അവൻ തൻ്റെ കൃപ ധനപ്രകാരം അവൻ നമ്മെ സഹായിക്കും. അവൻ നമ്മെ
അവൻ്റെ കൃപ കൊണ്ട് പൊതിയും, നമ്മെ റിസ്റ്റോർ ചെയ്യും, നമ്മെ റീബിൽഡ് ചെയ്യും. അങ്ങനെ സന്തോഷകരമായിട്ട് ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവിനോട് നന്ദി പറഞ്ഞ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നല്ല കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനായാൽ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ജീവിപ്പിക്കുന്ന കർത്താവ് ഉള്ളതിനാൽ സ്തോത്രം. വെച്ച വിഷയത്തിലും ജീവൻ പകരുന്ന കർത്താവ് നീ ആകയാൽ സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ആ കരുണയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈശ്വരൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്.